ഈ മക്കളിൽ പഠനം കുറച്ച് കുറവുള്ള കുട്ടികളെ എൻ്റെ ഉമ്മമാരോടും ബാപ്പമാരോടും പറയാം, സ്കൂളിൽ പഠനത്തിൽ ഇനി കുറച്ച് മാർക്ക് കുറഞ്ഞാലും നിങ്ങൾ കുറ്റം പറയരുത്. ആ മക്കൾ നന്നായിക്കോളും. എന്തോ ഒരു കാരണത്താൽ ഇപ്പം ഈ കൗമാരപ്രായത്തിൽ ഇപ്പം ചില ആൾക്കാരൊക്കെ മക്കളെ കൊണ്ട് കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് സാറേ അവർ +2 ആണ്, ഭയങ്കര പഠിക്കാൻ താല്പര്യം ഇല്ലാത്തവനാണ്, ആകെ പ്രശ്നമാണെന്ന് പറയും. ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങളും അങ്ങനെ തന്നെയായിരുന്നു പറയും. അതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ പറയും യാഥാർത്ഥ്യമല്ലേ. ഞാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ഇന്ത്യ ഉണ്ട്. അള്ളാഹു തആല സാധിപ്പിച്ചു തരട്ടെ. എന്താണെന്ന് ചോദിച്ചിട്ട് ആദ്യം പറഞ്ഞു, അല്ലെങ്കിൽ കുടുങ്ങും, ചിലപ്പോൾ പണി കിട്ടുന്ന ആമീനായിരിക്കും ചിലപ്പോൾ. അത് എന്താണെന്നറിയോ, മാതാപിതാക്കളുടെ മാർക്കില്ലേ, പണ്ടത്തെ 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിലെ 10ാം ക്ലാസ്സിലെ മാർക്ക്, അത് മൊത്തം ആധാറുമായിട്ട് ബന്ധപ്പെടുത്തണം. അപ്പോൾ ഏതെങ്കിലും പഠിച്ചടാ പോയിട്ട് എത്രയാണ് നിനക്ക് മാർക്ക് എന്ന് ചോദിക്കുമ്പോൾ മോൻ നേരെ പോയിട്ട് ഉമ്മാൻ്റെ ആധാർ എടുത്ത് നോക്കിയിട്ട് ഉമ്മാക്ക് 7ാം ക്ലാസ്സിൽ ഇംഗ്ലീഷിൽ 4, എനിക്ക് 22 ഉണ്ട്. അള്ളാഹു തആല സാധിപ്പിച്ച ഇത് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കിൻ്റെ പേരിൽ കൊടിയ പീഡനം ഏൽക്കുന്ന കുറേ മക്കളുണ്ട്. അവർക്ക് പീഡിത സമൂഹത്തിൻ്റെ കൂടെ നിൽക്കണമെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് പറയാം, മക്കൾ പഠിക്കണം. മക്കളോട് എനിക്ക് പറയാനുള്ളത് ഫുൾ A+ വാങ്ങണം എന്നാണ്. എത്ര വാങ്ങണ്ടേ? നിങ്ങൾ കുറേ ഒന്നും വാങ്ങണം, ജസ്റ്റ് ഒരു ഫുൾ A+ വാങ്ങിയാൽ മതി, അത്ര മതി, കൂടുതലൊന്നും വേണ്ട. കാരണം അതിനുള്ള ബുദ്ധി നിങ്ങൾക്കൊക്കെ ഉണ്ട്, അള്ളാഹു ബുദ്ധി തന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് മെമ്മറി, ഈ പഠിക്കുന്ന കുട്ടികളൊക്കെ ഒന്ന് കൈവയ്ക്കുക. ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. എൻ്റെ അടുത്തൊരു ടെക്നിക്ക് ഉണ്ട്, പോയി പഠിക്കുന്നവരൊക്കെ കൈവയ്ക്കുക, പഠിക്കുന്നവരൊക്കെ കൈപ്പൊക്ക്. നിങ്ങൾക്ക് മെമ്മറി പവർ കൂടാതെ ടെക്നിക്ക് പറഞ്ഞു തരട്ടെ, പറയട്ടെ? കൈതത്ത് സ്വലാത്തില്ലേ മതി, മുത്തറസൂലുള്ളാഹിന്റെ സ്വലാത്ത്, വേറെ ഒന്നും വേണ്ട. സ്വലാത്ത് ചൊല്ലുന്ന ആളുടെ റെഡിനെസ് ഓഫ് മൈൻഡ് സെറ്റ് ഇല്ലേ ഇൻക്രീസ് ചെയ്യും. അനുഭവമാണ്. എൻ്റെ സ്റ്റുഡൻസിൽപ്പെട്ട ഒരു പെൺകുട്ടി, നല്ല സ്റ്റുഡൻ്റാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് അഭിമാനമുള്ളൊരു പെൺകുട്ടി. കാരണം നിഖാബ് മുഖമടക്കം മറച്ചുകൊണ്ട് കോളേജിൽ പോകും. കോളേജിൻ്റെ ഗേറ്റ് ഉള്ളത് പറ്റാത്തത് കൊണ്ട് അവിടെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് എടുത്തിട്ട് ബാഗിലിടും, കോളേജിൽ പോകും. അവിടെ തിരിച്ചു വരുമ്പോൾ അവിടുന്ന് നിഖാബിടും. ഒരു ആൺകുട്ടിനോടും ആവശ്യമില്ലാതെ വർത്താനം പറയൂല. അത്ര ചിട്ടയിൽ ജീവിച്ച നല്ലൊരു പെൺകുട്ടി. ഇപ്പോൾ അൽഹംദുലില്ലാഹ് പെൺകുട്ടി ഡോക്ടറേറ്റ് ചെയ്യാണ്. ഒരു ഉസ്താദ് കല്യാണം കഴിച്ചു, ഇപ്പോൾ ഒരു കുട്ടിയായിട്ടുണ്ട്. അള്ളാഹു തആല ഒരുപാട് വിജയങ്ങൾ നൽകട്ടെ. ഈ പെൺകുട്ടി ഒരിക്കൽ എന്നോട്, സാറേ PGൻ്റെ പരീക്ഷ, PG ഒക്കെ റെഗുലറായിട്ട് കോളേജിൽ പഠിച്ചാണ്, എൻ്റെ പരീക്ഷ അടക്കാണ് സാറേ, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, അപ്പോൾ ദ്വാരക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയായിക്കോളെന്ന് പറഞ്ഞു. ഈ പെൺകുട്ടി പറഞ്ഞു, പിന്നെ പറഞ്ഞു എന്നോട്, സാറേ എനിക്ക് ജീവിതത്തിൽ കോളേജ് ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്തെന്ന് ചോദിച്ചു, 2000 സ്വലാത്ത് ഡെയിലി ചൊല്ലാറുണ്ട്, അത് ഞാൻ മുടക്കിയിരുന്നില്ല, പരീക്ഷയുടെ അന്നും മുടക്കിയിരുന്നില്ല എന്നാണ്. ചില ഉമ്മമാരൊക്കെ പറയും, എടാ ഖുർആൻ ഓതിയ മതി, ഈ പരീക്ഷ കഴിഞ്ഞിട്ട് ഓതിയാൽ മതി. അസ്തഗ്ഫിറുല്ലാഹ്. ഖുർആൻ ഓതി കഴിഞ്ഞിട്ട് പഠിച്ചാൽ മതി. എന്താ പറയേണ്ടത്? അതല്ല പറയേണ്ടത്. ഖുർആൻ അള്ളാഹിൻ്റെ കലാമാണ്. അത് പഠിക്കാൻ അതോതാണ് കൂടുതൽ സമയം. അതിൻ്റെ ബർക്കത്തോണ്ട് മറ്റത് 10 കൊണ്ട് പഠിച്ചു വരും. ഫിസിക്സിലെ സംഗതികളൊക്കെ അല്ലേ, കെമിസ്ട്രി മറ്റേ ഒരു ഇതൊക്കെ ഉണ്ടാവില്ലേ, സൈനി കോസ് തീറ്റ, അതൊക്കെ എവിടെ ഉണ്ടാവില്ലേ? എക്കണോമിക്സിലാണ്. നിങ്ങൾ സ്കൂളിൽ പോയില്ല? മാത്സ് അല്ല, എക്കണോമിക്സിലാണ്. ഈ മാത്സിലും ഉണ്ടോ എനിക്കറിയില്ല, ഞാൻ അന്ന് ലീവേക്കാർ പണി. അപ്പോൾ മാത്സിൽ എക്കണോമിക്സ് ഞാൻ പറയും, ഇങ്ങനെ കടിച്ചാൽ പൊട്ടാത്ത സാധനങ്ങളില്ലേ, ഈ സാധനങ്ങൾ കിട്ടാൻ കുട്ടികൾ സ്വലാത്ത് ചൊല്ലിയിട്ടാണ്ട് ഇരുന്ന് നോക്കിയേ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. മക്കൾ പഠിക്കുന്നതിൻ്റെ മുമ്പ് സ്വലാത്തിൽ ഇരിക്കുക. മക്കൾ പഠിക്കും, നല്ല മാർക്കായിരിക്കും. ഞാനൊരു പെൺകുട്ടീൻ്റെ PGക്ക് പഠിക്കുന്ന പെൺകുട്ടിയുടെ അനുഭവമല്ലേ പറഞ്ഞത്.